ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 5 രൂപയിലധികമാണ് KSEBയുടെ ചെലവ്. അതുകൊണ്ട് തന്നെ നിരക്ക് വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോകാനാകില്ലെന്നാണ് KSEB നിലപാട്. ഒരു മാസം 200 കോടി നഷ്ടത്തിലാണ് KSEB പോകുന്നത്. ഇതാണ് ഗ്യാപ്പ്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഒന്നിച്ച് ചെയ്യാൻ പറ്റൂല, കുറച്ചെങ്കിലും ചെയ്യേണ്ടി വരും. അതിലൊരു സംശയമില്ല. അതുകൊണ്ട് ഒരു വർധനവുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏതായാലും 1-2 ദിവസം കൊണ്ട് ആ തീരുമാനം ഉണ്ടാവും. ഗാർഹിക ഉപഭോക്താക്കൾക്ക് 12%, വ്യവസായങ്ങൾക്ക് 7 മുതൽ 9% വർധനയ്ക്ക് സാധ്യത. പരമ്പരാഗത കൃഷിക്കാർക്ക് നിരക്ക് വർധന ഉണ്ടാകില്ലെന്നും സൂചനയുണ്ട്. 40 യൂണിറ്റ് വരെയുള്ള ഉപഭോക്താക്കളെയും വർധനവിൽ നിന്ന് ഒഴിവാക്കും. 32 ലക്ഷം പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. ഇക്കുറി സ്ലാബ് സമ്പ്രദായത്തിലും മാറ്റം വരും. 300 യൂണിറ്റിലധികമുള്ള ഉപഭോക്താക്കളെ സ്ലാബ് പരിധിയിൽ നിന്നും ഒഴിവാക്കും. ഇവർക്ക് 25 മുതൽ 30% വരെ വർധനയുണ്ടാകും. കഴിഞ്ഞ ജൂലൈയിലാണ് നേരത്തെ നിരക്ക് വർധന ഉണ്ടായത്. മാർച്ച് 31 വരെയായിരുന്നു ഇതിന് പ്രാബല്യം. നിരക്ക് വർധനയ്ക്ക് അപേക്ഷ നൽകാൻ KSEB വൈകിയതാണ് വർധന നീളാൻ കാരണം. മീഡിയ 1, തിരുവനന്തപുരം.